ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബ്ലൗസിൻ്റെ ഡാർട്ടിനെ പറ്റിയാണ് മനസ്സിലാക്കാൻ പോണത്. പല ഡാർട്ടുകളുണ്ട്. അതിൽ ബ്ലൗസിൻ്റെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ബ്ലൗസിൻ്റെ മെയിൻ അളവ് എന്നൊക്കെ പറയുന്നത് ബസ്റ്റ് അളവ്, വേസ്റ്റ് അളവ്, ഷോൾഡർ, അപ്പർ ചെസ്റ്റ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൽ വേസ്റ്റിൻ്റെ അവിടെയുള്ള ഒരു ഡാർട്ട്, ആ ഡാർട്ട് നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഏകദേശ ധാരണ ഉണ്ടാവും. എന്നാൽ അറിയാത്തവരുണ്ടാവും, നമുക്കത് മനസ്സിലാക്കാം. എന്നാൽ ബാക്കിയുള്ള അളവ് എങ്ങനെയാണ്, ബാക്കിയുള്ള ഡാർട്ടുകൾ ഡാർട്ട് മീൻസ് ടക്സ് എങ്ങനെയാണ് വന്നിരിക്കണതെന്ന് വലുതായിട്ട് എല്ലാവർക്കും അറിയില്ല. അത് നമുക്ക് ചെറിയ രീതിയിൽ മനസ്സിലാക്കിയാലോ. ഒരു ബോഡി സ്ട്രക്ചർ നോക്കിയാൽ അത് ബസ്റ്റിൻ്റെ ഈ ബസ്റ്റ് എന്ന് പറയുന്നത് ഈ ഇവിടെ നിന്ന് ഏറ്റവും ഇങ്ങനെ നോക്കിയാൽ ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ വിട്ടുള്ള ഇതാണ് ബസ്റ്റ് അളവ് എന്ന് പറയുന്നത്. ഇത് അപ്പർ ചെസ്റ്റ്, കഷക്കുഴിയുടെ ഈ ഭാഗത്തുള്ളതാണ് അപ്പർ ചെസ്റ്റ്. അപ്പർ ചെസ്റ്റ് റൗണ്ട് എടുക്കുന്നത് ഇത് ഇങ്ങനെ ചുറ്റി എടുക്കുന്നതാണ്. ബസ്റ്റ് അളവ് എന്ന് പറയുന്നത് ഫുൾ ബസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഫുൾ ചുറ്റി എടുക്കുന്നതാണ്. ഇവിടെ ഏറ്റവും ഒതുങ്ങിയ ഭാഗത്താണ് വേസ്റ്റ് അളവ് എന്ന് പറയുന്നത്. ഇതാണ് വേസ്റ്റ് അളവ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ സ്കെയിൽ വെച്ച് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഇവിടെ മുട്ടി നിൽക്കുന്ന ഈ ഭാഗത്ത് ഇത് ബസ്റ്റ് അളവ്. ഈ ഇവിടെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കൊരു അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് നമ്മൾ എത്രയാണെന്ന് വെച്ചാൽ കുറക്കാറില്ല. കാരണം അത് കുറക്കണത് അരയിഞ്ച് വെച്ച് നമുക്ക് ആദ്യമേ തൊട്ട് പഠിച്ചിരിക്കുന്ന രീതിയിൽ അരയിഞ്ച് വെച്ചാണ് കുറയ്ക്കണത്. പക്ഷെ അങ്ങനെയല്ല, അതിന് നമ്മൾ ബോഡി മെഷർമെൻറ്റ്സ് അനുസരിച്ച് അത് കൂടിയും കുറഞ്ഞിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതേപോലെ വേസ്റ്റ് അളവ്, അത് ആ അളവ് വെച്ചിട്ട് എങ്ങനെയാണ് പല ഡാർട്ടുകളും ഉണ്ടാവണേന്നും കുറക്കണേന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മെഷർമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ബ്രസ്റ്റ് ലൈൻ ആണെങ്കിൽ ഇതാണ് പോയിൻ്റ്, ബ്രസ്റ്റ് പോയിൻ്റ്. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ വേസ്റ്റ് ലെങ്ത് ഇതാണെങ്കിൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ സെയിം അളവ് തന്നെ നമ്മുടെ 4 ഇഞ്ച് ഇവിടെ സെയിം ബ്രസ്റ്റ് പോയിൻ്റ് അളവപ്പെടുത്തുന്നു. നമ്മളിവിടെ ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് വേസ്റ്റിൻ്റെ ഡാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ഇഞ്ച് വ്യത്യാസമാണ് വന്നെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ 1 ഇഞ്ച്, ഇവിടെ 1 ഇഞ്ച്. ഈ ഒരു ഡാർട്ട് വരക്കും. ചെസ്റ്റ് ലൈൻ ഇതാണെങ്കിൽ ആ ഡാർട്ട് ആം ഹോൾ, ഇപ്പോൾ ഇവിടെ ആം ഹോൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അത് ഇവിടെയാണ് നമ്മൾ ശരിക്കും ഈ നമ്മുടെ ഈ അളവാണ് നമ്മൾ ഇവിടെ കുറക്കണത്. ഇവിടെ നമുക്ക് എത്രയാണ് നമ്മുടെ ഡിസ്റ്റൻസ് അത് നമ്മളിവിടെ ഒന്നില്ലെങ്കിൽ അത് ഷോൾഡറിൽ നമ്മൾ ഷോൾഡർ ടക്ക് ബ്ലൗസ് എന്ന് പറഞ്ഞിട്ടില്ലേ, അത് ഇവിടെ ഇങ്ങനെ കുറക്കും, അല്ലെങ്കിൽ ആം ഹോളിൽ കുറക്കും. എത്രയാണ് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ അതിവിടെ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഇത് കുറക്കണത്. ഓക്കെ, അരയിഞ്ച് ആണെങ്കിൽ അരയിഞ്ച്, അപ്പോൾ അരയിഞ്ച് ഇവിടെ മറ്റേ പോർഷനിൽ അരയിഞ്ചും കൂടി ആകുമ്പോൾ 1 ഇഞ്ച്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് കുറക്കണത്. ഇപ്പം ഈ ടക്ക് വേണ്ടതുണ്ടെങ്കിൽ അത് നമുക്ക് സൈഡിലോട്ട് പോകും, ഇവിടെ വരും. ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ അത് ഇവിടെ ഓപ്പൺ ആകും. നമുക്ക് നോക്കാം, നമുക്ക് ഓരോ മെഷർമെൻറ്റ്സ് വെച്ച് നോക്കുമ്പോഴേക്കും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഇവിടെ നമുക്ക് വേണ്ടത് അരയിഞ്ച്, 1 ഇഞ്ച്. അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഇവിടെ നമ്മൾ ഒരു ടക്ക് ഇടുന്നു. ഇപ്പം ഈ ടക്ക് എന്ന് പറയുന്നത് 1 ഇഞ്ച് കൂടുതലാകുമ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് സൈസ് കൂടുതലാകുമ്പോഴാണ് ഇവിടെ 1 ഇഞ്ച് കൂടുന്നത്. ഓക്കെ, ഇത് സൈഡ് ഡാർട്ട്, ഇത് ആം ഹോൾ ഡാർട്ട്, ഇത് ഷോൾഡർ ഡാർട്ട്, ഇത് വേസ്റ്റ് ഡാർട്ട്. എല്ലാം ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഇവിടെ ബ്രസ്റ്റ് പോയിന്റിലാണ്. ഓക്കെ, ഇപ്പം ഈ ഒരു ഡിസ്റ്റൻസാണ് നമ്മൾ ഇവിടെ കുറക്കണത്. ഒന്നില്ലെങ്കിൽ ഷോൾഡറിൽ, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒന്ന്. ഇപ്പം മെഷർമെൻറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു മെഷർമെൻറ്റ് ഇനി നമുക്ക് പേപ്പർ പാറ്റേൺ ചെയ്യുമ്പോൾ ഇത് മെഷർമെൻറ്റ്സ് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 15 ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 15 ഷോൾഡർ 15. ഓക്കെ, ഞാനതും വരച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെയും സമയം പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പർ ചെസ്റ്റ് എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ 35ൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൂട്ടി
അപ്പോൾ 37 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.25 കിട്ടും. ഇതാണ് അപ്പർ ചെസ്റ്റ് ലൈൻ, ഇതാണ് ബ്രസ്റ്റ് ലൈൻ, ഇത് വേസ്റ്റ് ലൈൻ. ബെസ്റ്റ് എന്ന് പറയുന്നത് 36 വേസ്റ്റ് എന്ന് പറയുന്നത് 32. അപ്പോൾ ബെസ്റ്റ് ആണെങ്കിൽ ബെസ്റ്റിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് കൂട്ടി 37 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം 9.25. വേസ്റ്റ് എന്ന് പറയുന്നത് വേസ്റ്റിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് കൂട്ടി അപ്പം 33 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.25. ഇവിടെ നമുക്ക് 35 36 32. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ അപ്പർ ചെസ്റ്റിൻ്റെ ലൈനിൽ 9.25 അടയാളപ്പെടുത്തുക. ഞാൻ പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് നമ്മൾ ഫ്രണ്ടിലെ പോർഷനാണ്. ഫ്രണ്ടിൽ നമ്മൾ ആം ഹോൾ വരച്ചു. അപ്പം ഇതിൽ നമ്മൾ ബെസ്റ്റ് അളവെന്ന് പറയുന്നത് 9.36 9.25. അപ്പോൾ ഈ 9.25ൻ്റെ കൂടെ എങ്ങനെ കിട്ടി? 9.25 36ൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് കൂട്ടി 37 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 9.25 കിട്ടി. ഓക്കെ. ഈ 9.25 ഇവിടെ പോയിന്റ് ചെയ്യാം. ഇനി വേസ്റ്റ് അളവ് 8.25. 32ൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് കൂട്ടി എത്രയാണ് നമുക്ക് ലൂസ് വേണ്ടത് അത്രയും കൂട്ടിയിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 8.25 കിട്ടി. അപ്പോൾ ഈ 8.25 അടയാളപ്പെടുത്താം. ഇനി ഈ ഇപ്പം നമ്മൾ ബാക്ക് അടയാളപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ്? അപ്പർ ചെസ്റ്റിൻ്റെ അളവും വേസ്റ്റിൻ്റെ ഈ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യും. അപ്പർ ചെസ്റ്റിൻ്റെ ഈ പോയിന്റും വേസ്റ്റിൻ്റെ ഈ പോയിന്റും കൂടി ജോയിൻ ചെയ്യും. ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബെസ്റ്റ് അളവ് എത്രയാണ്? 9.25. അത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് നമ്മുടെ പുറത്താണ് കിടക്കുന്നത് ബാക്കിൽ. അപ്പോൾ ബാക്കിൽ ഈ ഡിസ്റ്റൻസ് നമ്മൾ ഫ്രണ്ടിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ബാക്ക് കട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ ഇവിടെ എത്രയാണ് ഈ ഡിസ്റ്റൻസ്? ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് നോക്കാം. ഇവിടെ ഏകദേശം അര ഇഞ്ചിന് ഒരു പോയിന്റ് കുറവാണ്. നമുക്കത് ഇവിടെ ഫ്രണ്ടിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ലൈൻ മായ്ക്കണം. അപ്പോൾ നമ്മൾ അര ഇഞ്ചും ഒരു പോയിന്റും ഈ 9.25 കഴിഞ്ഞിട്ട് അത് പോയിന്റ് ചെയ്യുക. അര ഇഞ്ചും ഒരു പോയിന്റും അല്ല, 4 ഇഞ്ചും ഒരു പോയിന്റും, അര ഇഞ്ച് അടുക്കുക. അപ്പോൾ ഈ ഒരു അളവ് കിട്ടിയിട്ടുണ്ട്. ഈ അളവാണ് നമ്മുടെ ബസ് ലൈൻ്റെ പോയിന്റ്. അപ്പോൾ ഈ അളവ് എത്രയാണ് നോക്കി, ഇവിടം വരെയുള്ള അളവ് എത്രയാണ് നോക്കുക. 9.5 ഒരു പോയിന്റും. ഈ 9.5 ഒരു പോയിന്റും സെയിം വേസ്റ്റ് ലൈനിലും നമ്മൾ പോയിന്റ് ചെയ്യണം. 9.5 ഒരു പോയിന്റും വേസ്റ്റ് ലൈനിലും പോയിന്റ് ചെയ്യുക. ചെസ്റ്റ് ലൈനിലും പോയിന്റ് ചെയ്യുക. 9.5 ഒരു പോയിന്റും ചെസ്റ്റ് ലൈനിലും പോയിന്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ലൈനിൻ്റെ പോയിന്റ് ഇതാണ്. ഇപ്പോൾ പുതിയത് ഇതാണ്. ഈ പോയിന്റും ഇപ്പോൾ പുതിയത് കിട്ടിയ ഈ പോയിന്റും വേസ്റ്റ് ലൈനിൻ്റെ 9.5 ഒരു പോയിന്റ് ആ കിട്ടിയ പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുക. ഓക്കെ. ഈ നമ്മുടെ സൈഡ് ലൈൻ ഇങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, സൈഡ് ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. അപ്പം നമ്മുടെ സൈഡ് ലൈൻ ഈ സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഒരു വശത്തിൻ്റെയാണ് ഈ കാണുന്നത്. ഓക്കെ. ഈ ഒരു വശത്തെന്ന് പറയുമ്പോഴേക്കും 4 ഇഞ്ചും ഒരു പോയിന്റും. ഈ 4 ഇഞ്ചും ഒരു പോയിന്റും നമുക്ക് ഇവിടെ കുറക്കാം. ഒന്നില്ലെങ്കിൽ ഇവിടെ ആം ഹോളിൽ കുറക്കാം, അല്ലെങ്കിൽ ഷോൾഡറിൽ നിന്ന് കുറക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെയും കുറക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വെസ്റ്റ് ലൈൻ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെസ്റ്റ് ഡെപ്ത് എന്ന് പറയുന്നത് 10.5. ബെസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 36, അതായത് ബെസ്റ്റ് വിഡ്ത്ത് ഡിവൈഡഡ് 10. അപ്പോൾ എത്രയാണ്? 3.6. ആ 3.3 ഒരു പോയിന്റും. അപ്പോൾ അത് നമ്മൾ പോയിന്റ് ചെയ്തു. ഇനി ഇതാണ് നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ടക്കിളും വരുന്നത്. ഓക്കെ. ഇപ്പം നമുക്ക് ഇവിടെ വേസ്റ്റിൻ്റെ ഇവിടെയും നമുക്കൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ഒരു ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസാണ് ഇത്. അപ്പോൾ ഇവിടെ എത്രയാണ് നമുക്ക് വന്നിരിക്കുന്നത്? 1.25 ഒരു പോയിന്റും. 1.25. ഓക്കെ. ആ 1.25 നമ്മൾ ഈ വേസ്റ്റിൽ കുറക്കണം. അപ്പോൾ അതെങ്ങനെ കുറക്കണേ? ഇവിടെ സെയിം 3.5 ഇല്ലേ, 3.5 വേസ്റ്റ് ലൈനിൽ 3.5 പോയിന്റ് ചെയ്തിട്ട് അതിൽ നിന്ന് 3/4 ഇഞ്ച് കുറക്കുക.
ഓക്കെ. ഇനി ഈ ഇവിടെ എത്രയാണ്? 1.5. ആ 1.5 പോട്ടെ, 1.25. ആ 1.25 ഇവിടെ കുറക്കുക. ഓക്കെ. നമ്മുടെ ഈ ഇവിടുത്തെ ഇത് ഇവിടെ നമ്മൾ ടക്ക് ചെയ്ത് പിടിക്കും. ക്ലിയർ? ഇനി ഇവിടെ നമ്മൾ ഇനി ഈ ആംഹോളിൻ്റെ ഇത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ചെസ്റ്റ് ലൈനിൽ ഇവിടെ 3.5 ഒരു പോയിൻ്റ് ഇല്ല, ആ ഒരു പോയിൻ്റ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് ഇവിടെ എത്രയാണിത്? കാലും ഒരു പോയിൻ്റ്. ഇപ്പം നമുക്കിവിടെ കറക്റ്റ് പിടിക്കുകയാണെങ്കിൽ 4 ഇഞ്ചും ഒരു പോയിൻ്റ്. അപ്പോൾ ഈ 4 ഇഞ്ചും ഒരു പോയിൻറ്റിനെയും മിഡ് പോയിൻ്റ് ആക്കിയിട്ട് വരയ്ക്കുക. അല്ലേ? ഇത്രയും നമുക്കിവിടെ ഇത് കോർസെറ്റ് ടോപ്പൊക്കെ തയ്ക്കാൻ നേരത്ത് ഈ ഷോൾഡർ ടു ഈ ടക്കാണ്, ഷോൾഡർ ടക്കാണ് നമ്മൾ പിടിക്കുന്നത്. അത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇപ്പോൾ ഈ നമുക്ക് ഈ ടക്ക് വേണ്ട, ഷോൾഡർ ടക്കാണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ചെസ്റ്റ് അപ്പർ ചെസ്റ്റിൻ്റെ ഈ ലൈനിലാണ് നമ്മൾ ഇവിടെ തന്നെ ഇത് പിടിക്കുന്നത്. നമുക്ക് നമ്മുടെ ആം ഹോൾ എത്രയാണ്? 16. 16ൻ്റെ പകുതി, ഇപ്പോൾ 16 എന്ന് പറഞ്ഞാൽ ചുറ്റിട്ടുള്ളതാണ്. അപ്പോൾ 16ൻ്റെ പകുതി 8. 8ൻ്റെ പകുതി എത്ര? 4 ഇഞ്ച് നമ്മൾ ആം ഹോളിൻ്റെ ഇവിടുത്തെ മിഡ് പോയിൻ്റ് കാണുക. ഇത് പോയിൻ്റ് ചെയ്യുക. ഇനി ഇതും ഈ പോയിൻറ്റും കൂടി ജോയിൻ ചെയ്യുക. ഈ പോയിൻറ്റും കൂടി ജോയിൻ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഈ ഇത് എത്രയാണോ അത് ഇവിടെ കുറക്കുക. 4 ഇഞ്ചും ഒരു പോയിൻറ്റും, ആ 4 ഇഞ്ചും ഈ ഒരു പോയിൻറ്റും ഈ ജോയിൻറ്റും ഈ ബ്രസ്റ്റ് പോയിൻറ്റും കൂടി ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ഇത് വരച്ചില്ലേ? അപ്പം ഈ പോയിൻറ്റും ഇത് ഇവിടെ നമ്മൾ കുറച്ചു. ഇപ്പം ഇവിടെ നമ്മൾ ഈ അളവ് എത്രയാണോ ഈ പോയിൻറ്റിൻ്റെ ഈ അളവ് 6.25 ഒരു പോയിൻറ്റും ആ സെയിം അളവ് തന്നെ ഈ ലൈനിലും അടയാളപ്പെടുത്തുക. 6.25 ഒരു പോയിൻറ്റും. നമുക്കിവിടെ ഈ പോയിൻറ്റ് ഇവിടെ വരെ നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇത് നമുക്ക് ഇപ്പം നമ്മുടെ ഈ ആംഹോളിൻ്റെ ഈ അളവ് നമ്മുടെ മാറി. ഇനി ഇത് സെയിം നമുക്ക് എത്രയാണോ വേണ്ടത് ഇതിപ്പോൾ നോക്കാം. 4 ഇഞ്ചല്ലേ? ആ 4 ഇഞ്ച് നമുക്ക് ഇവിടെ വരുത്തണം. ഇത് 3.5 ഉള്ളൂ. അപ്പം നമുക്ക് 1/2 ഇഞ്ചും കൂടി ഇറക്കി വരച്ചാൽ എത്രയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഒരു പോയിൻറ്റിൻ്റെ പൊടിക്ക് വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഇവിടെ നമുക്കിത് കുറച്ച് കൊടുക്കാം. ഈ അളവ് നമ്മൾ മായ്ച്ച് കളയാം. ഓക്കെ, ഇനി നമുക്ക് ഈ ചെസ്റ്റ് ലൈൻ ഇപ്പോഴും നേരെ തന്നെയാണ്. ഇനി നമുക്ക് ഇപ്പോൾ ഈ ലൈനല്ല നമുക്ക് വേണ്ടത്. ഈ ലൈൻ ഇവിടെ ഇത് നമുക്കിത് വേണ്ട, ഈ ടക്ക് നമുക്ക് വേണ്ട, ഇവിടെ ടക്കൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് ഇവിടം വരെയുള്ള നമ്മുടെ അപ്പർ ചെസ്റ്റിൻ്റെ ഈ പോയിൻറ്റ് ഈ ബസ് പോയിൻറ്റും കൂടി ജോയിൻ ചെയ്ത് നമുക്കിങ്ങനെ വരക്കുക. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഇത്രയും നമുക്ക് കൂടി, ഈ വേസ്റ്റ് ലൈനിൽ ഇത്രയും ഡിസ്റ്റൻസ് കൂടി. അതായത് നേരത്തെ 1.25 ഇപ്പം നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.25. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 1.25 നമ്മൾ ഇവിടെ കുറക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വിട്ട് കൂടി, ഇവിടുത്തെ ടക്കിൻ്റെ വിട്ട് നമ്മുടെ കൂടി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സൈഡിൽ ഈ ഡാട്ട് എന്ന് പറയുന്നത് 4 ഇഞ്ച് നമ്മൾ ഇങ്ങനെ കർവായിട്ട് ഇങ്ങനെ ഇതായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ വരയ്ക്കും. 4 ഇഞ്ച്. കാലിഞ്ചും ഒരു പോയിൻറ്റും പൊട്ടിക്ക്. ഓക്കെ, 4 ഇഞ്ചും ഒരു പൊടിക്ക്. ഓക്കെ, ഇനി ഇത് കൂടുതലാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
ഒന്നില്ലെങ്കിൽ ഇത് ബെസ്റ്റിൻ്റെ സൈസ് അളവ് അനുസരിച്ചാണ് നമ്മുടെ ഇവിടെ കൂട്ടുന്നത്. അപ്പോൾ അത് 1 ഇഞ്ചാവും 1.5 ഇഞ്ചാവും. കാരണം നമ്മുടെ ഇത് ലൈൻ നമ്മൾ മായ്ക്കണേനും ഇപ്പോൾ ഈ ലൈൻ നമ്മുടെ ബസ് സൈസ് കൂടുമ്പോഴേക്കും ഇവിടെ ചിലപ്പോൾ നമുക്ക് ഈ ടക്ക് അളകലം നമുക്ക് ചിലപ്പോൾ കൂടി വരും. അപ്പോൾ നല്ല കൂടുതലാകുമ്പോഴേക്കും അതൊരു വൃത്തികേടാവാതിരിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ ടക്ക് പിടിക്കും. ആ ടക്ക് പിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ടക്ക് പിടിക്കുമ്പോഴേക്കും ഇതിങ്ങനെ വരില്ലേ, ഇത്രയും നമ്മുടെ ഡിസ്റ്റൻസ് വരും. അപ്പോൾ നമുക്ക് ഇവിടെ ടക്ക് പിടിക്കുമ്പോഴേക്കും ഇവിടുത്തെ നമ്മുടെ ഇത് കുറയും. ഓക്കെ, അത് നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് പറയുന്നത് മനസ്സിലാവും. ഇനി ഇവിടുത്തെ ഡാർട്ട് എന്ന് പറയുന്നത് പറഞ്ഞ പോലെ 4 ഇഞ്ച് അപ്പുറം 4 ഇഞ്ച് ഇപ്പുറം. ഓക്കെ, നമ്മൾ ഡീപ്പ് നെക്ക് ചെയ്തപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി. ഈ പോയിൻറ്റും കൂടി ഇപ്പോൾ എത്രയാണോ നമ്മുടെ കഴുത്തകലം വരുന്നത് അതിനനുസരിച്ച് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി. ഇവിടെ നമ്മൾ ഡീപ്പ് നെക്ക് ചെയ്യുമ്പോഴേക്കും അല്ലാത്ത ചില നെക്കുകളിലും നമ്മൾ ഇവിടുത്തെ നമ്മുടെ കഴുത്തിൻ്റെ ലൂസ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടെ ഈ കഴുത്തിൻ്റെ ഇവിടുത്തെ ലൂസ് ഇവിടെ നമ്മൾ കുറക്കണത്. അപ്പോൾ അവിടെ നമുക്ക് ഈ പോയിൻറ്റും ഈ ലൈനും ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ ഇവിടെ പോയിൻറ്റിൽ മുട്ടിക്കും, ഈ പോയിൻറ്റ് മുട്ടിക്കുമ്പോൾ ഒരു ലൈൻ വരയ്ക്കുന്നു, ആ ടക്ക് ഇവിടെ വരുന്നു. ക്ലിയർ? അത് നമ്മൾ അടുത്തുള്ള വീഡിയോകളിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ അല്ലേ? ഇനി ബാക്കിലും ടക്ക് വരുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തപ്പോൾ കണ്ടതാണ് ബാക്കിൽ ടക്ക് വരുന്നത്. നിങ്ങൾ ആ വീഡിയോ കാണുക. ഓക്കെ, ഇനി ഇത് ഇത്രയും മതി, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകും. ഇനി കപ്പിനെ പറ്റിയുള്ള ബസ് കപ്പ് ഇതിനെ പറ്റിയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. എല്ലാം കൂടി പറഞ്ഞാൽ നമുക്ക് സമയം തികയില്ല. ഓക്കെ, താങ്ക് യു.